അതിരുകൾ ഭേദിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കാലമാണിത്. ലഹരിമരുന്ന് മാഫിയകളും അധോലോക നായകന്മാരും ഒരു രാജ്യത്ത് കുറ്റം ചെയ്ത ശേഷം കടൽ കടന്ന് സുരക്ഷിത താവളങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ പ്രവണതയല്ല. എന്നാൽ ഇത്തരം രാജ്യാന്തര ക്രിമിനൽ ശൃംഖലകളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ ഇന്ത്യ ഒരു വമ്പൻ നീക്കത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ദൗത്യം ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളും രാജ്യാന്തര പോലീസ് സംഘടനയായ ഇന്റർപോളും കൈകോർക്കുന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വേട്ടയാടലായി മാറുകയാണ്. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന കുറ്റവാളികളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി കുറ്റാന്വേഷണ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന പ്രഖ്യാപനമല്ല ഇത്, മറിച്ച് 3 വർഷം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ ഒരു തന്ത്രപ്രധാന നീക്കമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും സമീപകാലത്ത് സിന്തറ്റിക് ലഹരി മരുന്നുകളുടെയും MDMA പോലെയുള്ള മാരക വിഷങ്ങളുടെയും വ്യാപനം വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെ ഈ മാഫിയയുടെ ഇരകളാകുന്നു. ഇത്തരം ലഹരി മരുന്നുകളുടെ ഉറവിടം പലപ്പോഴും ദുബായ്, കാനഡ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന വൻ സ്രാവുകളാണെന്ന യാഥാർത്ഥ്യം നമ്മെ ഞെട്ടിക്കുന്നതാണ്. ഇവിടെയാണ് ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ടിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ദൗത്യം ലഹരിയും ഭീകരവാദവും ഇഴചേർന്ന് കിടക്കുന്ന നാർക്കോ ടെറർ ശൃംഖലകളെ അടിമുടി തകർക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ഏകദേശം 100ഓളം രാജ്യാന്തര ലഹരി മാഫിയ തലവന്മാരെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറ്റവാളികൾക്ക് എത്ര പണമുണ്ടായാലും എത്ര ഉന്നത സ്വാധീനമുണ്ടായാലും അവർക്ക് സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ ഒരിടവും ഇനി ബാക്കിയുണ്ടാവില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യൻ ഭരണകൂടം നൽകുന്നത്. ഈ ഓപ്പറേഷന്റെ പ്രവർത്തന രീതി തികച്ചും ശാസ്ത്രീയവും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതുമാണ്. ഒരു ഇന്റർപോൾ സമ്മേളനത്തിനിടയിലാണ് ഇത്തരമൊരു സംയുക്ത നീക്കത്തിന്റെ രൂപരേഖ തയ്യാറാക്കപ്പെട്ടത്. തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിന് പച്ചക്കൊടി കാട്ടുകയായിരുന്നു. ഇന്റർപോളിന്റെ റെഡ് നോട്ടീസ് സംവിധാനമാണ് ഇതിലെ ഏറ്റവും വലിയ ആയുധം. വിദേശ രാജ്യങ്ങളിൽ സുഖവാസത്തിൽ കഴിയുന്ന കുറ്റവാളികളെ കണ്ടെത്താൻ പ്രാദേശിക ഏജൻസികളുമായി സഹകരിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളും ആസ്തികളും മരവിപ്പിക്കുകയും ചെയ്യുന്ന നടപടികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ കുറ്റവാളിയെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ അടങ്ങിയ ഡോസിയറുകൾ അതത് രാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് സമർപ്പിക്കുകയും നയതന്ത്ര സമ്മർദ്ദത്തിലൂടെ അവരെ ഇന്ത്യയിലേക്ക് നാടുകടത്തുകയുമാണ് ഇതിന്റെ ശൈലി. ചില സന്ദർഭങ്ങളിൽ കുറ്റവാളികളെ തിരികെ കൊണ്ടുവരാൻ പ്രത്യേക വിമാനങ്ങൾ വരെ സജ്ജമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ടിന്റെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ വിജയമായിരുന്നു അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത അനുയായി സലീം ഇസ്മായിൽ ഡോളയുടെ അറസ്റ്റ്. ഇസ്താംബൂളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഡോളയെ അതിസാഹസികമായ നിരീക്ഷണത്തിലൂടെയാണ് ഇന്ത്യൻ ഏജൻസികൾ ഇന്ത്യയിലെത്തിച്ചത്. വെറുമൊരു കാരിയർ എന്ന നിലയിലല്ല, മറിച്ച് 5000 കോടി രൂപയിലധികം മൂല്യം വരുന്ന അന്താരാഷ്ട്ര സിന്തറ്റിക് ലഹരിമരുന്ന് സംഘത്തിന്റെ പ്രധാന കണ്ണിയായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളെ കാണുന്നത്. 2023 മുംബൈയിൽ നിന്ന് പിടിച്ചെടുത്ത വൻ ലഹരിമരുന്ന് ശേഖരത്തിന് പിന്നിലും ഇയാളുടെ ബുദ്ധിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഡി കമ്പനിയുടെ ആധുനിക കാലത്തെ സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒന്നായ ലഹരി വ്യാപനത്തിന്റെ നട്ടെല്ലൊടിക്കുകയാണ് ഡോളയെ പിടികൂടിയതിലൂടെ അന്വേഷണ ഏജൻസികൾ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഡൽഹിയിലെ അതീവ സുരക്ഷിതമായ ഒരിടത്ത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യാന്തര തലവന്മാരുടെ അറസ്റ്റിലേക്ക് നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ലഹരിമരുന്ന് മാഫിയയും ഭീകരവാദവും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നത് ഗൗരവകരമായി ചിന്തിക്കേണ്ട ഒന്നാണ്. രാജ്യാന്തര തലത്തിൽ ലഹരിമരുന്ന് വിറ്റ് ലഭിക്കുന്ന പണം ഇന്ത്യയിൽ അസ്ഥിരതയുണ്ടാക്കാനും ഭീകര പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നു എന്നതിന് അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കാനഡയിലെയും ദുബായിലെയും സുരക്ഷിത താവളങ്ങളിലിരുന്ന് ഈ ശൃംഖല നിയന്ത്രിക്കുന്നവർക്ക് ഇന്ത്യയിലെ യുവതലമുറയുടെ ഭാവി തകർക്കുന്നത് ഒരു വിഷയമല്ല. ഈ പശ്ചാത്തലത്തിൽ ഒരു സാധാരണ ക്രിമിനൽ കേസ് എന്നതിനേക്കാൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ പ്രാധാന്യമുള്ള ഒന്നായാണ് ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ടിനെ കാണേണ്ടത്. വിദേശ മണ്ണിൽ കഴിയുന്ന കുറ്റവാളികളെ തിരിച്ചെത്തിക്കുന്നത് പലപ്പോഴും നിയമപരമായ നൂലാമാലകൾ നിറഞ്ഞതാണ്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുമായി സഹകരിക്കാൻ തയ്യാറാകുന്നത് നമ്മുടെ നയതന്ത്രപരമായ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിലെ നിയമ സംവിധാനം ദുർബലമാണെന്നും വിദേശത്തേക്ക് രക്ഷപ്പെട്ടാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുമെന്നുമുള്ള ധാരണ തെറ്റാണെന്ന് തെളിയിക്കുകയാണ് ഈ ഓപ്പറേഷൻ. ഇതിനു മുമ്പ് പല കേസുകളിലും കുറ്റവാളികൾ വിദേശത്ത് പൗരത്വം നേടുകയോ രാഷ്ട്രീയ അഭയം തേടുകയോ ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്റർപോളിന്റെ സാങ്കേതിക സഹായത്തോടെയുള്ള ഈ പുതിയ അന്വേഷണം അത്തരം പഴുതുകളെയെല്ലാം അടയ്ക്കുകയാണ്. കുറ്റവാളികൾ എവിടെയാണെന്ന് കണ്ടെത്തുക മാത്രമല്ല, അവരിലേക്ക് എത്തുന്ന പണത്തിന്റെ വഴി തടയുക എന്നതും ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. പണം നിലയ്ക്കുന്നതോടെ പല ക്രിമിനൽ സംഘങ്ങളും ശിഥിലമാകാൻ തുടങ്ങും. ഇത് കേവലം പോലീസിന്റെ മാത്രം പോരാട്ടമല്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള ഒരു വലിയ യജ്ഞമാണ്.
ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ട് വരും മാസങ്ങളിൽ കൂടുതൽ ശക്തമാകാൻ പോകുകയാണ്. 100ഓളം വരുന്ന പട്ടികയിൽ ഇനിയും ഏറെ പേർ പിടിയിലാകാനുണ്ട്. ലഹരി മരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദം എന്നിവയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു സിസ്റ്റം വിചാരിച്ചാൽ കുറ്റവാളികൾക്ക് ഭൂമിയുടെ ആഴത്തിൽ പോയി ഒളിച്ചാലും രക്ഷയുണ്ടാവില്ല എന്ന് ഇത് തെളിയിക്കുകയാണ്. സാമ്പത്തികമായും സാമൂഹികമായും ലഹരി മരുന്നുകൾ സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ ഇത്തരം ദൗത്യങ്ങൾ നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. ഓരോ കുറ്റവാളിയും തിരികെ കൊണ്ടുവരപ്പെടുമ്പോൾ അത് ഒരു നീതി നിർവഹണത്തിന്റെ വിജയമാണ്. നശിക്കപ്പെട്ട ആയിരക്കണക്കിന് ജീവിതങ്ങൾക്കുള്ള മറുപടിയാണ്. ചുരുക്കത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറ്റവാളികളെ വേട്ടയാടുന്നത് ഏജൻസികളാണെങ്കിലും സമൂഹം എന്ന നിലയിൽ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ നമുക്കും വലിയ പങ്കുണ്ട്. ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് നമ്മുടെ വരും തലമുറയെ രക്ഷിക്കാൻ ഇത്തരം അന്താരാഷ്ട്ര ഓപ്പറേഷനുകൾ സഹായിക്കുമെങ്കിലും ജാഗ്രതയുള്ള ഒരു ജനതയാണ് ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതിരോധം. ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ട് കുറ്റവാളികൾക്ക് ഒരു താക്കീതാണ്. രാജ്യസ്നേഹികളായ പൗരന്മാർക്ക് അത് വലിയൊരു ആശ്വാസവും. നീതിയുടെ കൈകൾക്ക് നീളം കൂടുന്ന ഈ പുതിയ കാലത്ത് ഒളിച്ചിരിക്കാൻ താവളങ്ങളില്ലാത്ത കുറ്റവാളികളുടെ ലോകം വരാനിരിക്കുന്നു. ഈ വേട്ട അവസാനിക്കുന്നത് ഇന്ത്യയെ കൂടുതൽ സുരക്ഷിതമായ ഒരു ഇടമാക്കി മാറ്റിയതിനു ശേഷം മാത്രമായിരിക്കും. അതിനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭാരതീയനും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.